1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. നമസ്കാരം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഓരോ മണ്ഡലത്തിലും ഓരോ വകുപ്പിന് കീഴിലും എന്തൊക്കെയാണ് വികസനം നടത്തിയിട്ടുള്ളത് ഇത് പറയാൻ നമുക്കൊപ്പം മന്ത്രിമാരുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പമുള്ളത് വ്യവസായ മന്ത്രി ശ്രീ പി രാജീവാണ്. നമസ്കാരം. കേരളത്തിൻ്റെ വ്യവസായ മേഖലയുടെ വളർച്ച എന്നൊക്കെ പറയുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയതും പ്രശംസ നേടിയതുമൊക്കെയാണ്. അതിന് പിന്നിൽ ഈ കിഫ്ബിയുടെ എങ്ങനെയാണ് കിഫ്ബി അതിലൊരു പ്രേരകമായി മാറിയിട്ടുള്ളത്? കിഫ്ബിയുടെ സഹായം അതിലെങ്ങനെയാണ്? നമ്മുടെ വ്യവസായ മേഖലയെ സംബന്ധിച്ചുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വ്യവസായങ്ങൾക്ക് പറ്റിയൊരു മണ്ണല്ല കേരളം എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ചുമതല എടുക്കുന്ന ഘട്ടത്തിൽ 28ാമതായിരുന്നു നമ്മുടെ വ്യവസായ സൗഹൃദത്തിൽ റാങ്കിങ്. എന്നാൽ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സർക്കാർ നടത്തിയിട്ടുള്ള നിയമപരമായ മാറ്റങ്ങൾ പരിഷ്കാരങ്ങളുടെയൊക്കെ ഭാഗമായി ഒരു 10നും 15നും ഇടയിൽ നമുക്ക് റാങ്ക് കിട്ടേണ്ടതായിരുന്നു. എന്തുകൊണ്ട് 28ലേക്ക് വീണു? ലക്ഷദ്വീപിന് പോലും 15ാം റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ മെത്തഡോളജി ഓഫ് ദിസ് റാങ്കിങ്? അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ആ മെത്തഡോളജി എന്നുള്ളത് 100% ഫീഡ്ബാക്കാണ്. 100% ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് റാങ്കിങ്. അപ്പോൾ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ ഒരു വിശ്വാസം അത് നേടിയെടുക്കലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനടുത്തും പോയി നിങ്ങളെന്താണ് ഗവൺമെൻറ്റിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കുന്നത്? നല്ല നിർദ്ദേശങ്ങൾ വന്നു, അഭിപ്രായങ്ങൾ വന്നു. എല്ലാ ജില്ലയിലും പോയി അതിനടിസ്ഥാനത്തിൽ കുറേയേറെ ലെജിസ്ലേറ്റീവ് റിഫോംസ് എടുത്തു, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എടുത്തു, അതുപോലെ തന്നെ റൂൾസ് അമെൻമെൻറ്റ് വരുത്തി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല മാറ്റം സംരംഭകരിലുണ്ടായി. നമ്മുടെ മെഗാ പ്രൊജക്റ്റാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാട്. കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ടാണ്. 50-50ആണ്. നമ്മുടെ 50% എന്ന് പറഞ്ഞാൽ ലാൻഡ് കോസ്റ്റാണ്. 1710 ഏക്കർ ഭൂമിയാണ് നമ്മൾ ഏറ്റെടുത്തത്. അത് സാധ്യമായത് കിഫ്ബിയുടെ ഫണ്ടിങ് ഉള്ളതുകൊണ്ടാണ്. സാധാരണഗതിയിൽ അത്രയും ലാൻഡ് അക്വിസിഷന് ഒറ്റയടിക്ക് പണം അനുവദിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. നമ്മുടെ ബഡ്ജറ്ററി സപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ടതായ പല താമസങ്ങളുണ്ടാവും. ഈ ഫണ്ട് കിട്ടുന്നതിനും കുറേ താമസം ഉണ്ടാവും. അപ്പോൾ അത് ഫണ്ട് അനുവദിക്കുമ്പോഴും നമ്മൾ എത്ര വൈകുന്നുവോ പുതിയ നിയമപ്രകാരം 12% ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ മൊത്തം എക്സ്പെൻഡിച്ചർ കൂടും. നമ്മൾ ഇൻവെസ്റ്റർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പോകുന്ന ലാൻഡിൻ്റെ വാല്യൂ കൂടും. ഇതെല്ലാം വ്യവസായത്തിനെതിരായി ബാധിക്കും. എന്നാൽ കിഫ്ബി കൃത്യമായി നമുക്ക് ഫണ്ട് നൽകിയതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഭൂമി ഏറ്റെടുത്ത് കൈമാറിയത് നമ്മളാണ്. അങ്ങനെ ആദ്യത്തെ അനുമതി ലഭിച്ചതും 12 കോറിഡോറുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അതിലേറ്റവും ആദ്യം ഇപ്പോൾ ലാൻഡ് ഏറ്റെടുത്തു, ടെൻഡർ വിളിച്ചു, നിർമ്മാണത്തിലേക്ക് പോയ ഏക മാനുഫാക്ചറിങ് സിറ്റി എന്നുള്ളത് കൊച്ചി നമ്മുടെ പാലക്കാട്ടാണ്. അപ്പോൾ അതിൽ ഈ വലിയ വ്യവസായങ്ങൾ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ സ്ഥലം ഏറ്റെടുക്കുക, ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു കാലതാമസം, ഇതൊക്കെ എങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, നമ്മളിപ്പോൾ പറഞ്ഞില്ല 1710 ഏക്കർ നമ്മൾ 10 മാസം കൊണ്ടാണ് അതിൻ്റെ പ്രധാന ഭാഗം പൂർത്തീകരിച്ചത്. ഗിഫ്റ്റ് സിറ്റിയും ഈ പ്രശ്നം വന്നോണ്ട്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഏറ്റെടുത്ത് തന്നെ പെട്രോ കെമിക്കൽ പാർക്ക് FACTൻ്റെ സ്ഥലം, പക്ഷേ അവർ പണമില്ലാതെ നമുക്ക് തരില്ല എന്ന് പറഞ്ഞു. കിഫ്ബി ഫണ്ടിങ്ങിലാണ് പെട്രോ കെമിക്കൽ പാർക്ക് ഇപ്പോൾ നമ്മൾ അവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വയനാട് കോഫി പാർക്ക്, കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക്, അതിൻ്റെ ഫണ്ട് കൂടെ തന്നെയാണ്, കിഫ്ബിയുടെ ഫണ്ടിങ് തന്നെയാണ്. ഇനി ഇവിടെ ഇപ്പോൾ പുതിയൊരു പദ്ധതി കൂടി ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം സാധ്യത ഉപയോഗപ്പെടുത്താൻ നേരത്തെ വ്യവസായ വകുപ്പിന് അത്രയും ഫണ്ടിങ് വന്നിരുന്നില്ല. ഇപ്പോൾ 1000 കോടി വായ്പ എടുക്കാം, ഗവൺമെൻറ് അതിൻ്റെ ഗ്യാരണ്ടി നൽകും. ഇതിലൊരു ഭാഗം നമ്മൾ ഈ കണക്ടിവിറ്റിയാണ് പ്രധാനം. നമുക്കിപ്പോൾ ഏത് വ്യവസായം വരണമെങ്കിലും ഈ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്ര വേഗത്തിൽ എത്തിക്കാം. ഇപ്പോൾ നമ്മുടെ ഹൈവേ വൈഡനിങ് അതിൻ്റെ പ്രധാനം 25% കോസ്റ്റ് കേരളം ലാൻഡ് അക്വിസിഷൻ കൊടുത്തുകൊണ്ടാണ്. അത് കിഫ്ബി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് സാധ്യമായത്. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ അത് വലിയ പൊട്ടൻഷ്യലാണ്. ഇത് ഇൻ്റർനാഷണൽ സീ റൂട്ടിനോട് ഏറ്റവും അടുത്തുള്ള നാച്ചുറൽ ഡെപ്ത് ഉള്ളതാണ്. അപ്പോൾ ഒരാൾ മുംബൈയോ അല്ലെങ്കിൽ കൊളംബോയോ പോർട്ട് ഉപയോഗിക്കുമ്പോഴതിനേക്കാൾ 8 മുതൽ 10 ദിവസം വരെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം ലാഭിക്കുമ്പോൾ തന്നെ $25,000 ലാഭിക്കാം എന്നാണ് ശരാശരി പറയുന്നത്. അപ്പോൾ അത് പ്രൊഡക്ഷൻ കോസ്റ്റിൽ കുറയും, മറ്റ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ കുറയും, റോ മെറ്റീരിയൽ കൊണ്ടുവരുന്ന കോസ്റ്റിൽ കുറയും. അപ്പോൾ അതിന് ചുറ്റും ഒരു മാനുഫാക്ചറിങ് സോൺ വരും. അപ്പോൾ കിഫ്ബിയുടെ ആ ഫണ്ടിങ് അത് സഹായകരമായിരിക്കും. ഇനിയിപ്പോൾ വാട്ടർ വേസ് വരുന്നു, അത് സഹായകരമാണ്. K-Phone വെർച്വൽ കണക്ടിവിറ്റിക്കുള്ള സഹായകരമായ സമീപനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കണക്ടിവിറ്റി, ഫിസിക്കൽ വെർച്വൽ കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അത് പ്രധാനമാണ്. അതേപോലെ തന്നെയാണ് കേരളം പോലെ സംസ്ഥാനത്തിൻ്റെ പ്രധാന ക്യാപിറ്റലായ ആളുകൾ കാണുന്നത് ഈ നമ്മുടെ നോളജാണ്. അത് ഹ്യൂമൻ റിസോഴ്സസ് പ്രധാനമാണ്. അപ്പോൾ അതിനാണെങ്കിൽ കുറേ കൂടി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ വേണം.
ആ വർക്ക് നിയർ ഹോം സംവിധാനം വരുന്നതോടൊപ്പം തന്നെ എങ്ങനെ കുട്ടികളുടെ സ്കിൽ ഉയർത്താം. ഹയർ എഡ്യൂക്കേഷൻ പ്രധാനമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിലൊരു വലിയ ഒരു പരിവർത്തനത്തിന് വിധേയമാകേണ്ടതുണ്ടായിരുന്നു. അതിന് കിഫ്ബി ഫണ്ട് ഇപ്പോൾ കളമശ്ശേരി മണ്ഡലം തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് 400 കോടി രൂപയിലധികം കിഫ്ബി ഫണ്ടിങ് വന്നു. സാധാരണ ഒരു യൂണിവേഴ്സിറ്റിക്കും ഒരു വർഷമൊന്നും അത്രയും ഫണ്ട് വരില്ല. ഇപ്പോൾ ക്ലീൻ റൂം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ലാബ്സ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റൽ, ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനിലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് പബ്ലിക് എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ. ഈ കളമശ്ശേരി തന്നെ പറഞ്ഞാൽ ക്യാൻസർ റിസർച്ച് സെൻറ്റർ ഒരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ അത് ഒക്കെ ഈ കിഫ്ബിയുടെ ഫണ്ടിങ് ഉള്ള പ്രോജക്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാൻസർ സെൻറ്റർ 2014 ഓഗസ്റ്റിൽ കല്ലിട്ടതാണ്. ഒന്നും നടന്നില്ല. അന്വലിറ്റി മോഡലായിരുന്നു. ഇത് ഫണ്ട് പിരിച്ചിട്ട് നിർമ്മിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് ലാഭത്തിലാകുമ്പോൾ തിരിച്ചു കൊടുക്കുക. അങ്ങനെ വന്നാൽ ഇത് കോസ്റ്റ് കൂടും. എറണാകുളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ആശുപത്രിയിൽ ഇല്ലാത്തതല്ല, ആധുനിക സൗകര്യങ്ങളുടെ ആശുപത്രികളുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. എന്നാൽ കഴിഞ്ഞ ഗവൺമെൻറ് വന്നു, തുടക്കം കുറിച്ചു. കുറച്ച് കേസുകളുണ്ടായിരുന്നു കോൺട്രാക്ടറുടെ. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നു, 2021 നമ്മൾ നിർമ്മാണത്തിലേക്ക് എത്തി. ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തു, നാടിന് സമർപ്പിച്ചു. ഈ മാസം തന്നെ നമ്മൾ അടുത്ത മാസം ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നതാണ് കൊച്ചി മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. നേരത്തെ അത് ഗവൺമെൻറ് ഏറ്റെടുത്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രവർത്തനം നടന്നിരുന്നില്ല. അത് പൂർണ്ണമായിട്ടും കിഫ്ബി ഫണ്ടിങ്ങാണ്. അതുപോലെ 2003 മുതൽ നിലച്ചു കിടക്കുന്നതായിരുന്നു സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ വികസനം. അത് പ്രധാന കേന്ദ്രത്തിൻ്റെ ഒരു സമീപനമായിരുന്നു. 8 മന്ത്രിമാർ നമുക്ക് കേന്ദ്രത്തിലുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. കളമശ്ശേരി MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. പക്ഷേ HMT NIDയുടെ ഒരു തരി മണ്ണ് പോലും സീപോർട്ട് എയർപോർട്ടിന് വേണ്ടി വിട്ടു നൽകിയില്ല. ഇപ്പോൾ നമ്മൾ കേസുകളെല്ലാം നടത്തി എല്ലാ രീതിയിലും ഇടപെട്ടു. സ്ഥലം കിട്ടിയപ്പോൾ സീപോർട്ട് എയർപോർട്ടോട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് HMT NID കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ഥലത്തിന് 560 കോടി രൂപയിലധികമാണ് കിഫ്ബി സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടി നിർവഹിക്കുന്നത്. ഈ ഫണ്ടുകൾ ഇപ്പോൾ കിഫ്ബി വഴി ലഭിക്കുന്ന ഫണ്ട് അത് കൃത്യസമയത്ത് തന്നെ ഇത് വിനിയോഗിക്കപ്പെടുക എന്നുള്ളതും പ്രധാനപ്പെട്ടതല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഉറപ്പാക്കാൻ വേണ്ടി വകുപ്പ് ഏത് തരത്തിലാണ് നടപടി? ഞങ്ങളുടെതെല്ലാം വളരെ വേഗതയിൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വകുപ്പിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മന്ത്രിയായി ചുമതല എടുത്തതിന് ശേഷം പിറ്റേ ദിവസം എൻ്റെ മുറിയിൽ വലിയൊരു ടൈം ക്ലോക്ക് ഉണ്ട്. അത് നമ്മൾ വന്ന മാധ്യമ പ്രവർത്തകരെല്ലാവരും അന്ന് മുതൽ കാണുന്നതാണ്. അന്ന് മുതൽ അന്നത്തെ 2021 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് മാർച്ച് 12-നാണ്. വിജ്ഞാപനം വന്നാൽ പിന്നെ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ മാർച്ച് 12-ലേക്ക് എത്താൻ എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ഉണ്ട്? ഈ കൗണ്ട് ഡൗൺ ക്ലോക്കാണ് അന്ന് ഞങ്ങൾ സ്ഥാപിച്ചത്. അപ്പോൾ അതിൽ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അപ്പോൾ ഇപ്പോൾ ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അന്നേ ഉണ്ട്. ഇപ്പോൾ അത് ലാസ്റ്റ് 0-ലേക്ക് എത്താണ്. കാരണം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടിലേക്ക് എത്തും. പക്ഷെ അതിൽ ഞങ്ങൾക്ക് ഈ കാര്യത്തിലെല്ലാം തന്നെ ഓരോ റോഡ് മാപ്പ്, ആക്ഷൻ പ്ലാനും ഉണ്ട്. ഈ ക്ലോക്ക് പോകുമ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾ ഡാഷ്ബോർഡിൽ വരാം. ഈ സമയത്ത് ഇത്ര വരും. പക്ഷേ ഇപ്പോൾ ഈ ചില വൈകൽ എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഇതിലൊരു അധിക സാമ്പത്തിക ബാധ്യത പണ്ടത്തേതിനേക്കാളും കുറേ കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സംവിധാനം വന്നു. ഇതിന് നിർമ്മാണം, അതേ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ, സ്പെസിഫിക്കേഷൻസ്, കുറേ കൂടി മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങൾ, അതെല്ലാം അവരുടേതായ രീതിയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നേരത്തെ തോന്നുന്ന പോലെ എളുപ്പത്തിൽ നടക്കുന്നില്ലോ എന്ന് തോന്നിയാലും ഈ സിസ്റ്റം വളരെ നല്ലതാണ്. പിന്നെ നിരന്തരം പുതുക്കും. പണ്ടത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടെൻഡർ വിളിച്ചു, കുറച്ച് കഴിയുമ്പോൾ അവാർഡ് ചെയ്യും, മിക്കവാറും കൂടുതലായിരിക്കും, അതിന് പിന്നെ ഒന്ന് റിവൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പല തെറ്റായ പ്രവണതകളുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ പ്രൊഫഷണലായി തന്നെ പോകുന്നതുകൊണ്ട് ധനത്തിൻ്റെ ഒരു ചോർച്ച നമുക്ക് പരമാവധി കുറയ്ക്കാൻ കഴിയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അത് എത്രത്തോളം സാധ്യമാണത്? നമ്മളൊരു കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതി, അതിലൊരു ഗുണനിലവാരം ഉറപ്പാക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകേണ്ടി വന്നാൽ അവിടെ ഒരു ഓഡിറ്റിംഗ് എന്നുള്ളത് സാധ്യമാണോ? ഈ ഓഡിറ്റിംഗ് അതിൻ്റെ സ്ട്രക്ചേർഡായ സംവിധാനത്തിൽ നടക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ക്യാൻസർ സെൻ്റർ അല്ലെങ്കിൽ നമ്മുടെ ചെല്ലാനം നോക്കുമ്പോൾ ഇത്രയില്ലേ, നല്ല പെർഫെക്ഷനിലല്ലേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിനും അവർക്ക് മോണിറ്ററിങ് സംവിധാനം ഉണ്ട്. അവരുടെ ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഇത് കൂടാതെയുള്ള സംവിധാനം എനിക്കൊണ്ട് കുറച്ചുകൂടി ശക്തമായിട്ടുള്ളൊരു മോണിറ്ററിങ് സംവിധാനം കിഫ്ബിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കുറേ കൂടി കർക്കശമായിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ അവരൊട്ടും വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള ഒരു മോണിറ്ററിംഗ് ആണ് കിഫ്ബി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രൊജക്റ്റുകളുടെ ക്വാളിറ്റിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? അത് പ്രധാനമാണ്. ഇപ്പോൾ ഞങ്ങൾ 25-ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന റബ്ബർ പാർക്കാണ് വെള്ളൂര്. നേരത്തെ HNLൻ്റെ ലാൻഡ് നമ്മൾ ഏറ്റെടുത്തതാണ്. അതിൻ്റെ ഫണ്ട് ഇപ്പോൾ കിഫ്ബി വഴിയാണ്. കിഫ്ബിയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലാൻഡ് ഡെവലപ്മെൻറ്റ്,
അതൊരു മോഡേൺ സംവിധാനമാണ്. റിസർച്ച് സംവിധാനങ്ങളുണ്ടാവും, പിന്നെ പ്രൈവറ്റ് ആളുകൾക്ക് അലോട്ട് ചെയ്യും. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ CFC കോമൺ ഫെസിലിറ്റി സെൻറ്റേഴ്സ് നമ്മൾ വയ്ക്കും. അപ്പോൾ റബ്ബർ പാർക്ക് എന്ന് പറയുമ്പോൾ കേവലം അവിടെ കുറച്ച് ഇൻഡസ്ട്രിക്ക് സ്ഥലം അലോട്ട് ചെയ്യലല്ല, റബ്ബർ കർഷകൻ്റെ റബ്ബറിൻ്റെ ക്വാളിറ്റി കൂട്ടാനുള്ളത് ഉൾപ്പെടെയുള്ള അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. അങ്ങനൊരു വളരെ പ്രൊഫഷണലായിട്ട് പെർസ്പെക്റ്റീവാണ് അതിനകത്തുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി സംവിധാനങ്ങളുണ്ട്. പിന്നെ ഈ വരുന്ന വ്യവസായങ്ങൾക്ക് ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനായിട്ട് പൊതുവായ സൗകര്യങ്ങൾ റബ്ബർ പാർക്കിൽ ഒരുക്കുന്നുണ്ട്. അത് 25-ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. കിഫ്ബി ഫണ്ട് വഴിയാണ് അത് നമുക്ക് സാധ്യമായി. കേരളത്തിൻ്റെ വ്യവസായ മേഖലയിലുണ്ടായ നേട്ടങ്ങൾ, വളർച്ച, അത് വിശദമായി തന്നെ പറയുകയായിരുന്നു വ്യവസായ മന്ത്രി ശ്രീ P. രാജീവ്. ഇനിയും വ്യവസായ രംഗത്ത് കേരളം കുതിക്കട്ടെ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.